സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളോത്സവം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മളോടൊപ്പം കോതമംഗലം MLA ശ്രീ ആന്റണി ജോൺ ഉണ്ട്. എങ്ങനെയുണ്ട് സംഘാടക മികവിനെ കുറിച്ചൊന്ന് നമുക്ക് ചോദിച്ചറിയാം. കോതമംഗലത്തെ കേരളോത്സവം നല്ല രീതിയിൽ സംഘാടന മികവ് കൊണ്ട് നല്ല രീതിയിൽ സംഘാടന മികവ് പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും വന്ന പാർട്ടിസിപ്പൻസ് ഇവിടെ വളരെ തൃപ്തരാണ്. നമ്മൾ ഓരോരുത്തരോടും ബൈറ്റ് എടുത്തായിരുന്നു. അവരെല്ലാം മികച്ച രീതിയിൽ, അതായത് യാതൊരുവിധ സംശയങ്ങളും ഇല്ല അവർക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ട. നമുക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് തന്നെ അക്കോമഡേഷൻ ആയാലും അവരുടെ മറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ രജിസ്ട്രേഷൻ ആയാലും എല്ലാം തന്നെ എല്ലാത്തിലും അവർ സംതൃപ്തരാണ്. ഞങ്ങൾക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? കോതമംഗലത്ത് ആദ്യമായിട്ടാണ് കേരളോത്സവം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തീരുമാനം, ഈ കേരളോത്സവം കോതമംഗലത്ത് വെച്ച് നടത്താനുണ്ടായ തീരുമാനം വന്ന നിമിഷം മുതൽ തന്നെ ഇത് ഒരു മികച്ച വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഏതാണ്ട് 25 ദിവസക്കാലം നീണ്ടു നിന്ന ഒരു സംഘാടനമാണ് നമുക്ക് ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ദിവസം ലഭിച്ചത്. അപ്പോൾ ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ രൂപീകരിച്ച വിവിധ സബ് കമ്മിറ്റികൾ, അതോടൊപ്പം തന്നെ കോതമംഗലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ മികച്ച നിലയിൽ, ഇന്നിപ്പോൾ സമാപന വേളയിലേക്ക് നമ്മൾ എത്തുകയാണ്, മികച്ച നിലയിൽ നമുക്ക് കേരളോത്സവം നടത്തി തീർക്കാൻ വേണ്ടി സാധിച്ചത്. ഏതാണ്ട് 5000-ഓളം വരുന്ന കലാകായിക പ്രതിഭകൾ കോതമംഗലത്തേക്ക് കടന്നു വരുമ്പോൾ അത് കലാകായിക പ്രതിഭകളും പിന്നെ ഒഫീഷ്യൽസും അതുമായി ബന്ധപ്പെട്ടവർ ഒട്ടേറെ ആളുകൾ കോതമംഗലത്തേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന ആളുകൾക്കും, അത് മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും ഈ മത്സരങ്ങൾ കാണുന്നതിനായി വന്നിട്ടുള്ളവർക്കും മാധ്യമപ്രവർത്തകർക്കും അടക്കം ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ സംഘാടക സമിതി എന്നുള്ള നിലയിൽ നമ്മൾ ഒരുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഭക്ഷണം, താമസം, യാത്ര, അങ്ങനെ അതെല്ലാം വളരെ ഭംഗിയായി തന്നെ ക്രമീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ഈ അവസാന സമയത്തും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം, ഇതിൻ്റെ നല്ല നിലയിലുള്ള, പ്രത്യേകിച്ച് കോതമംഗലത്തെ മാധ്യമ പ്രവർത്തകർ ഇതിൻ്റെ ആലോചനാ യോഗം മുതൽ പൂർണ്ണമായി എല്ലാ സമയങ്ങളിലും ഈ കേരളോത്സവത്തിൻ്റെ വിജയത്തിനായിട്ടുള്ള കൃത്യമായ സഹകരണവും പിന്തുണയും ഒക്കെ നൽകിയത് സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കോതമംഗലത്തേക്ക് കടന്നു വന്ന മത്സരാർത്ഥികൾ, ഇവിടെ നമുക്കറിയാം കോതമംഗലത്തിൻ്റെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളൊരു എക്സിബിഷൻ സെൻ്റർ അടക്കം ഇവിടെ ക്രമീകരിച്ചിരുന്നു. പുസ്തകമേള അടക്കം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകൾ കടന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് ലഹരിക്കെതിരായിട്ടുള്ള, മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഈ കേരളോത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. അത് വിവിധ തലങ്ങളിൽ അത് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ തന്നെയാണ് ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടും ജനങ്ങളുടെ ഒരു സഹകരണം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ കോതമംഗലത്ത് ആദ്യമായി സംഘടിപ്പിച്ച ഈ കേരളോത്സവം 36ാമത് സംസ്ഥാന കേരളോത്സവം മികച്ച നിലയിൽ തന്നെ നടത്തി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ നിലയിലല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് ഗവൺമെൻറ്, സർക്കാരും യുവജനക്ഷേമ ബോർഡും കോതമംഗലത്ത് ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കോതമംഗലത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. സംസ്ഥാന തലത്തിലുള്ള കേരളോത്സവം അതിന് കോതമംഗലം വേദിയാകുന്നു എന്ന് പറയുമ്പോൾ കോതമംഗലത്തിന് കൂടിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. അപ്പോൾ ആ നിലയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ നിലയിലുമുള്ള വിജയത്തിന് വേണ്ടി ഒരു കൂട്ടായ പ്രവർത്തനം കോതമംഗലത്ത് നമുക്ക് ചിട്ടപ്പെടുത്താൻ വേണ്ടി സാധിച്ചത്. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും ഈ സംഘാടക സമിതിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലും കോതമംഗലം MLA എന്നുള്ള നിലയിലും സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. സംസ്ഥാന കേരളോത്സവം നമ്മുടെ ഈ ഒരു ചെറിയ നാട്ടിലേക്ക് വന്നു. അപ്പം ഉറപ്പായിട്ടും ഇനി അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരു വേദിയാവാൻ കോതമംഗലത്തിന് കഴിയും എന്നുള്ള ഒരു കാര്യം കൂടെയല്ലേ ഇതിലൂടെ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും എത്ര വലിയ മേളകളും ഉത്സവങ്ങളും ഏറ്റെടുക്കാൻ കോതമംഗലം ഇന്ന് സജ്ജമാണ്. അതിനുള്ള എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങൾ നമുക്ക് ഈ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമുണ്ട്. അത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ സംസ്ഥാന കേരളോത്സവം.